വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കും. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു. അനുവദനീയമായതിലും 100 ഗ്രാം കൂടുതലെന്ന് കണ്ടെത്തൽ. ഇതാണിപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ഇന്ന് ഒരു സുവർണ പ്രതീക്ഷയുമായി വിനേഷ് ഇറങ്ങാനിരിക്കെയാണ് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് രഞ്ജു മത്തായി വിശദാംശങ്ങൾ നൽകും. രഞ്ജു, എന്താണ് സംഭവിച്ചത്? നമ്മൾ ഒരു വെള്ളി ഉറപ്പിച്ചു, സ്വർണത്തിലേക്കുള്ള പോരാട്ടം അത് ഏതാണ്ട് നമ്മൾ ഒരു എല്ലാ തരത്തിലും അവരുടെ ഫോമൊക്കെ വയ്ക്കുമ്പോൾ ഉറപ്പായും സ്വർണം എന്ന് നമ്മൾ കരുതിയ ഘട്ടത്തിലാണ് ഈ തിരിച്ചടി. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, വലിയ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് പാരീസിൽ നിന്ന് പുറത്തു വരുന്നത്. ഏറ്റവും ഇന്ന് നമ്മൾ സ്വർണ്ണ മെഡൽ തന്നെ പ്രതീക്ഷിച്ചിരുന്ന വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം വിനേഷ് ഫോഗട്ട് 50 കിലോഗ്രാം വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. പക്ഷേ വിനേഷ് ഫോഗട്ട് ഇന്ന് നടത്തിയ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 100 ഗ്രാം 50 കിലോയും അത് കൂടാതെ അതിന് മുകളിൽ ഒരു 100 ഗ്രാം കൂടി അധികമുണ്ട് എന്നുള്ളതാണ് ഭാരപരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിലൊരു സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒളിമ്പിക് ഫെഡറേഷൻ്റെ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒരു അന്തിമ തീരുമാനം വരാനുണ്ട്. പക്ഷേ അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കാനുള്ള സാധ്യതയാണ് പുറത്തു വരുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ, കാരണം ഇതുവരെ തോൽവി അറിയാത്ത ജപ്പാൻ താരത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ടിൻ്റെ കുതിപ്പിന് നമുക്ക് പാരീസിൽ ഒരു തുടക്കം കാണാൻ കഴിഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇന്നലെ നടന്ന സെമി ഫൈനലിലും വാശിയേറിയ പോരാട്ടം വിനേഷ് ഫോഗട്ട് കാഴ്ചവെച്ചു. എതിരാളികളെ കൗശലത്തോടെ ബുദ്ധിപരമായി നേരിട്ടു. വിനേഷ് ഫോഗട്ടിന്റെ വിജയത്തെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, രാജ്യം ഏറെ പ്രതീക്ഷയോടെ ഒരു സ്വർണ്ണ മെഡൽ കാത്തു നിൽക്കുന്ന സമയത്താണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത ഇത് ഈ വിവരം, അതായത് ഈ ഇപ്പോൾ അനുവദനീയമായതിലും 100 ഗ്രാം കൂടുതൽ എന്ന കണ്ടെത്തൽ, ഇത് അല്ലെങ്കിൽ ഈ ഭാരപരിശോധന എപ്പോഴാണ് നടക്കുന്നത്? ഇപ്പോൾ ഒരു സ്വർണ്ണ നേട്ടത്തിൻ്റെ തൊട്ടുമില്ല, ഫൈനൽ എന്ന് വെച്ച് നമ്മൾ സ്വർണ്ണമോ വെള്ളിയോ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നടക്കുന്ന പരിശോധന. ഇതിൻ്റെ വിവരങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? സാധാരണ ഈ ഘട്ടത്തിൽ ഒരു പരിശോധനയും ഒക്കെ നടക്കാറുള്ളതാണോ? വിജയകുമാർ, ഇന്ന് രാവിലെയാണ് ഈ ഭാരപരിശോധന നടന്നത്. എല്ലാ ദിവസവും ഈ ഭാരപരിശോധന നടക്കുന്നതാണ്. ഇന്ന് രാവിലെ ഭാരപരിശോധന നടത്തിയപ്പോൾ 100 ഗ്രാം കൂടുതലായി, അനുവദിച്ചതിലും 100 ഗ്രാം കൂടുതലായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കുമെന്ന് പറയുന്നത്. ഈ അനുവദിച്ച ഭാരത്തിൽ കൂടുതലാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു താരം അയോഗ്യയാക്കുകയാണെങ്കിൽ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് ഈ താരം പിന്തള്ളപ്പെടും എന്നുള്ളതാണ്. അയോഗ്യയാക്കപ്പെടുകയും അത് ഏറ്റവും അവസാന സ്ഥാനം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായ വാർത്ത. നമ്മളിതിൻ്റെ അപ്ഡേഷൻ അയോഗ്യയാക്കുമെന്നുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിലൊരു സ്ഥിരീകരണം നമുക്ക് വരാനുണ്ട്. വിനേഷ് ഫോഗട്ടിൻ്റെ വാർത്ത നമ്മൾ ഏറെ ഞെട്ടലോടുകൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അനുവദനീയമായതിലും 100 ഗ്രാം കൂടുതൽ എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ ഒരു മെഡൽ ഉറപ്പിച്ചതാണ്, അത് നമുക്ക് നഷ്ടമാകുന്നു. വലിയ നിരാശയാണ് ആകെയുള്ളത്. വിനേഷ് ഫോഗട്ട് മത്സരിച്ചത് 50 കിലോ വിഭാഗത്തിലാണ്. അപ്പോൾ അയോഗ്യത ഉറപ്പായി എന്ന വിവരമാണിപ്പോൾ വരുന്നത്. അക്കാര്യത്തിൽ ഇനി കൂടുതൽ സ്ഥിരീകരണത്തിൻ്റെ സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യൻ റെസ്ലർ വിനേഷ് ഫോഗട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം വിമൻസ് റെസ്ലിംഗ് 50 കിലോ ഫോർ ബീങ് ഓവർ വെയ്റ്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു എന്ന് ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രഞ്ജു, അത് ഉറപ്പിച്ചിരിക്കുന്നു, അങ്ങനെയാണ് വരുന്നത്. ഡിസ്ക്വാളിഫൈഡ് എന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്വാഭാവിക നടപടിയായി നമുക്ക് കാണാൻ കഴിയുമോ, അതോ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമോ? രഞ്ജു. വിജയകുമാർ, അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. നമ്മളെ ഏവരെയും നിരാശപ്പെടുത്തുന്ന ആ വാർത്ത, അതിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിന് വലിയ നിരാശ. രാജ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ വലിയ ഒരു സ്വർണ്ണ മെഡൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു വിനേഷ് ഫോഗട്ടിൽ നിന്ന്. പക്ഷേ വിനേഷ് ഫോഗട്ട് 100 ഗ്രാം അനുവദിച്ചതിലും 100 ഗ്രാം അധികം വിനേഷ് ഫോഗട്ടിന് വെയിറ്റ് ഉണ്ടായിരുന്നു. ആ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടുകൂടി വിനേഷ് ഫോഗട്ടിന് അയോഗ്യയാക്കപ്പെടുകയാണ്. വിനേഷ് ഫോഗട്ടിന് മെഡൽ ലഭിക്കാത്തൊരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വാർത്ത ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ കാര്യം, ഈ ഒളിമ്പിക് കമ്മിറ്റി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് ടീം പരമാവധി ശ്രമിച്ചു, എന്നിട്ടും ആ ഭാരം അത് കുറയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്.
നോ ഫർദർ കമൻസ് വിൽ ബി മെയ്ഡ് ബൈ ദ കണ്ടിജന്റ് അറ്റ് ദിസ് ടൈം. മറ്റ് പ്രതികരണങ്ങളൊന്നും ഇതിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. വിനേഷ് ഫോഗട്ടിനുമായി അദ്ദേഹത്തിൻ്റെ ദ ഇന്ത്യൻ ടീം റിക്വസ്റ്റ് യു ടു റെസ്പെക്ട് വിനേഷ് ഫോഗട്ട്സ് പ്രൈവസി. ഇറ്റ് വുഡ് ലൈക്ക് ടു ഫോക്കസ് ഓൺ ദ കോമ്പറ്റീഷൻ ഓൺ ഹാൻഡ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുകയാണ്. വിനേഷ് ഫോഗട്ട് രഞ്ജു ഒരു നിമിഷം രഞ്ജു തുടരുക. ഇപ്പോൾ സ്പോർട്സ് ജേർണലിസ്റ്റ് ശ്രീ സനൽ പി തോമസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സനൽ പി തോമസ്, വളരെ അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്, വലിയ നിരാശയാണ്. നമ്മൾ സ്വർണം വെള്ളി ഉറപ്പിച്ചു, സ്വർണം ഏതാണ്ട് അതിലേക്ക് നമ്മൾ എത്തുന്നു. ഗോദയിൽ ഒരു സുവർണ്ണ നേട്ടമെന്ന് നമ്മളിങ്ങനെ തയ്യാറാക്കിയിരിക്കുമ്പോഴാണ്, വാർത്ത തയ്യാറാക്കിയിരിക്കുമ്പോഴാണ് ഇതാ ഈ വിവരം വരുന്നത്. എങ്ങനെ കാണുന്നു ഇതിൽ എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ കരുതുന്നത്? ചെറിയൊരു ഭാരത്തിലൊരു ചെറിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഏതോ ഭക്ഷണത്തിലോ എന്തെങ്കിലും ചെറിയൊരു, കാരണം കുറെ കാലമായിട്ട് 53 കിലോയാണ് യഥാർത്ഥത്തിലുള്ള വിനേഷ് ഫോഗട്ട് കുറെ കാലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെയിറ്റ്. 53 കിലോയില് അമിത് പങ്കൽ വന്നപ്പോഴത്തേക്കാണ് 50 കിലോയിലേക്ക് വിനേഷ് ഫോഗട്ടിന് പോകേണ്ടി വന്നത്. അപ്പൊ ഈ 3 കിലോ കുറച്ചാണ് ഇതുവരെ പിടിച്ചു നിന്നത്. അവിടെ എവിടെയോ ഇന്നലെ വെയിറ്റ് എടുത്തിട്ടാണുള്ളത് തുടങ്ങുന്ന മത്സരം. 3 റൗണ്ട് കഴിഞ്ഞു. അതായത് പിന്നെ പ്രീ ക്വാർട്ടറും ക്വാർട്ടറും സെമിയും കടന്നു. അപ്പൊ അത്രയും സമയങ്ങളിൽ 50 കിലോ കൂടുതൽ ഇല്ലായിരുന്നു. പിന്നീടാണ് ഇപ്പൊ 100 ഗ്രാം കൂടുതൽ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വെള്ളി മെഡൽ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എനിക്ക് എന്റെ സാങ്കേതിക വശം അറിയത്തില്ല. സാധാരണ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ വെള്ളി മെഡൽ ഫൈനലിൽ മത്സരിക്കാനുള്ള യോഗ്യതയെല്ലാം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് ഇവരുടെ അവരെന്താണ് അവരുടെ നിയമം അറിയത്തില്ല. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഡിസ്ക്വാളിഫൈഡ് എന്നാണ് ഇക്കാര്യത്തിൽ വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ വാർത്താ ഏജൻസിയോട് പറയുന്നത്. അപ്പോൾ അതിലൊരു തീരുമാനം എത്തിയിരിക്കുന്നു. അത് ഫൈനലിന് മാത്രമാണോ അതോ ഇത് കൂടെ ഉള്ളോ എന്നുള്ളതിന് കൃത്യമായിട്ടൊരു വിശദീകരണം നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്താണെന്നുള്ളതിന്. പക്ഷേ ഒരു കാര്യം ഇതാണ്, അതായത് 48 കിലോയിലാണ് നേരത്തെ റിയോ ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് മത്സരിച്ചിട്ട് അതിൽ നിന്ന് 53 കിലോയിലേക്ക് മാറിയിരുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് അമിത് പങ്കൽ വന്നപ്പോഴത്തേക്കാണ് വീണ്ടും 50ലേക്ക് പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒളിമ്പിക്സ് ലോകത്ത് കിട്ടാതെ പോകും എന്നുള്ളതിലാണ് 50 കിലോ. അപ്പം ക്വാളിഫയിങ് റൗണ്ടിൽ 2 മത്സരങ്ങളിൽ 2 ഭാരവിഭാഗത്തില് വിനേഷ് ഫോഗട്ട് മത്സരിച്ച് അന്ന് വലിയ പലരും ചോദ്യം ചെയ്തിരുന്നു. 50ലും 53ലും അവർ മത്സരിച്ചിരുന്നു ഇവിടെ യോഗ്യതാ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട്. അവസാനം 50ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നില്ല. അതായത് നമ്മുടെ ബോക്സിംഗ് താരത്തിന് ബോക്സിംഗ് താരം പറഞ്ഞല്ലേ, ഞാൻ 2 ദിവസം പട്ടിണി കിടന്നു, അതുകൊണ്ടാണ് തോറ്റുപോയത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, വെയിറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് 2 ദിവസം പട്ടിണി കിടങ്ങിയിട്ടാണ് ബോക്സിംഗ് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടിയ ബോക്സിംഗ് താരം പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഇതിനകത്ത് എന്തോ ചെറിയ പാളിച്ചത്. ഭക്ഷണം നിയന്ത്രിക്കും. ഇതിലിപ്പോൾ ഇന്ത്യ അവിടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എതിർപ്പ് അറിയിക്കുന്ന നടപടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഈ തീരുമാനം നമുക്ക് ഏതെങ്കിലും ഒരു ഫോറത്തിൽ ഈ ഒളിമ്പിക്സിൽ തന്നെ ചലഞ്ച് ചെയ്യാൻ കഴിയുമോ ചട്ടപ്രകാരം? ചലഞ്ചിനെല്ലാത്തിനും ഇപ്പം ഗ്രീൻ കാർഡ് കാണിച്ചുകൊണ്ട് ഓടിക്കുന്നുണ്ടല്ലോ, അതിപ്പോ തന്നെ ഇതിന് സാധിക്കും. ഇത് ഓരോ ദിവസം ഭാരം പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ കൃത്യമല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇത് വന്നാനല്ലോ. ഇപ്പൊ ഇന്നലെ ഭാരപരിശോധന പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ വരെ നടത്തിയ മത്സരങ്ങൾ ആ നിലയ്ക്ക് വാല്യൂഡ് ആണല്ലോ, നമുക്ക് ആ നിലയ്ക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതായിരിക്കും അല്ലേ എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം എന്താണ് ഇവര് അവിടുത്തെ പ്രത്യേകമായ നിയമം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. വേൾഡ് ബോക്സിംഗ് ഫെഡറേഷന്റെ യുണൈറ്റഡ് അതായത് ഇതിപ്പോൾ ഈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇക്കാര്യം ഈ വാർത്താ ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യം. അതപ്പോൾ നമ്മളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടായിരിക്കുമല്ലോ നമ്മളപ്പോൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയപ്പോൾ എന്തായാലും നമുക്കൊരു ചലഞ്ച് ചെയ്യാനൊരു സ്പേസ് ഉണ്ടാവും അവിടെ അല്ലേ? ഒളിമ്പിക്സ് മെഡൽ നഷ്ടമെന്നാണ് ഇപ്പൊ കാണിക്കുന്നത്. അതെങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം സാധാരണഗതിയിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇത്ര മിനിറ്റിനകം ചലഞ്ച് ചെയ്യണമെന്നാണ് ഉള്ളത്. ആ മിനിറ്റിന് ഇത്ര രൂപ കെട്ടി വെച്ചിട്ടാണ് പരാതി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ഓരോ ഇതിലും. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ എന്താണ് റിസൾട്ട് എന്നുള്ളത്. ശരി, നന്ദി ശ്രീ സനൽ.